SSLC ഫിസിക്സിന് നിങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും മോട്ടോറും ജനറേറ്ററും മാറിപ്പോവില്ല. അതാ നോക്കിക്കോ. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒറ്റ ടേബിളിൽ കംപ്ലീറ്റ് ജനറേറ്ററും മോട്ടോറും ഉണ്ട്. നമുക്ക് തുടങ്ങാം. മുഴുവനായി കാണാം. 8 മാർക്കാണ് 2 ചാപ്റ്ററിനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാണാം. വാ. ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 തരമുണ്ട്. ഒന്ന് AC ആണ്, ഒന്ന് DC ആണ്. മറ്റൊന്നാരാണ്? മോട്ടോറാണ്. ഇനി ചുമ്മാ ആലോചിച്ച് വെച്ചോ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഏതാ? 3ാം പാഠത്തിലാണ് ജനറേറ്റർ പഠിക്കുന്നത്. മോട്ടോർ എന്ന് പറഞ്ഞാൽ 2ാം പാഠത്തിലാണ്. അറിഞ്ഞു വെക്കാം. ഇനി ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടുത്തെ എനർജി ചേഞ്ച്, അതായത് ഊർജ്ജമാറ്റം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജനറേറ്റർ നമുക്ക് കറണ്ട് തരുന്ന ആളാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറുകയാണ്. യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ്. അപ്പോൾ അത് AC ആയാലും DC ആയാലും മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇനി മക്കളെ നോക്ക്. മോട്ടോർ എന്ന് പറഞ്ഞാൽ കറണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടോ, കറണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കിട്ടും, മെക്കാനിക്കൽ എനർജി. ഓർത്തു വെക്കുക, 1 മാർക്കിന് വരാറുണ്ട്. അടുത്തത് എന്താ അറിയോ? അടുത്തത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം. നിങ്ങൾ നോക്കിക്കേ. ജനറേറ്റർ 3ാം പാഠത്തിലല്ലേ? 3ാം പാഠത്തിന്റെ പേരൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം, വൈക്കാപ്രേ. അപ്പോൾ അത് AC ആണെങ്കിലും DC ആണെങ്കിലും ജനറേറ്റർ ആണോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി മോട്ടോർ ആണെങ്കിൽ മോട്ടോറിന്റെ പേരിൽ തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം. ഇനിയാണ് നിങ്ങൾ തെറ്റിക്കാറ്. എങ്ങനെയാണ് ഒരു ജനറേറ്ററെയും മോട്ടോറിനെ തിരിച്ചറിയുക? സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. സെല്ല് അല്ലെങ്കിൽ ബാറ്ററി നോക്കി കണ്ടുപിടിക്കാം. എടാ മക്കളെ, ജനറേറ്റർ നമ്മൾ ബാറ്ററി കൊടുക്കേണ്ട കാര്യമുണ്ടോ? കറണ്ട് ഇങ്ങോട്ട് കിട്ടല്ലേ? അപ്പോൾ ബാറ്ററി ഉണ്ടാകില്ല കേട്ടോ. ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഉണ്ടാകില്ല. എന്നാൽ ഈ മോട്ടോറിൽ എന്തുണ്ടാവും? മോട്ടോറിൽ അത് ഉണ്ടാകും. അപ്പോൾ മോട്ടോറാണോ അവിടെ ഒരു ബാറ്ററി ഉണ്ടാവും അല്ലെങ്കിൽ സെല്ല് ഉണ്ടാവും. നോക്കിയോ. അടുത്തത് നമ്മൾ അയാളെ പറ്റിയുള്ള റിങ്ങിനെ കുറിച്ചാണ് മിണ്ടുന്നത്. റിങ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ എന്താ ആലോചിച്ച് വെച്ചോ. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹമാണ് അല്ലേ? AC നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ട് സ്നേഹിച്ച് പോകുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ പുള്ളിൻ്റെ റിങ് എന്താണ്? പുള്ളിയുടെ റിങ് ഫുൾ റിങ്. അതായത് AC നല്ല ഹാപ്പിലി മാരീഡ് ആണ്. അപ്പോൾ അയാൾക്ക് ഫുൾ റിങ് ഉണ്ടാവും. ഓക്കെ. എന്നാൽ DCയുടെ കേസിൽ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. DCയുടെ കേസിൽ പണി കിട്ടിയത് കൊണ്ട് തന്നെ DCയുടെ റിങ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഹാർട്ട് എന്തായിരിക്കും? ഹാർട്ട് ബ്രോക്കൺ ആണ് അല്ലേ? ഹാർട്ട് ബ്രോക്കൺ ആയ വിഷമത്തിൽ പുള്ളി എന്ത് ചെയ്തു? റിങ്ങും ബ്രേക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. AC ആണോ അവിടെ എന്തുണ്ടാവും? ഫുൾ റിങ് ഉണ്ടാവും. അതിനെ നമ്മൾ സ്ലിപ്പ് റിങ് എന്ന് വിളിക്കും. അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? അതിൽ പ്രത്യേകിച്ച് ലോജിക്കില്ല. എന്നാൽ അടുത്ത് നിങ്ങൾക്ക് കിട്ടും DC ഹാർട്ട് ബ്രോക്കൺ അല്ലേ, അതുകൊണ്ട് പുള്ളി റിങ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതിനെ നമ്മൾ സ്പ്ലിറ്റ് റിങ് എന്ന് വിളിക്കും. ഇത് ആലോചിച്ച് വെക്കുക. ഇനി നമ്മളെ ബാക്കിലെ സ്ലൈഡോട്ട് വരാം. അപ്പോൾ ജനറേറ്റർ നിങ്ങൾക്ക് അറിയാം. AC എന്താണ്? ACയുടെ കേസിൽ എന്താണ്? യെസ്, ലവ് ഉണ്ട്. അപ്പോൾ ഫുൾ റിങ് ആണ്. അപ്പോൾ പുള്ളിയുടെ കേസിൽ എന്താണ്? അത് സ്ലിപ്പ് റിങ് ആണ് അല്ലേ? അപ്പോൾ റിങ് എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ഫുൾ റിങ് ഉണ്ടാവും. എന്നാൽ DC എന്താണ്? സ്പ്ലിറ്റ് ആയിപ്പോയില്ലേ? ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ റിങ് എന്തായിരിക്കും? സ്പ്ലിറ്റ് റിങ് ആയിരിക്കും. ഇനി തീർന്നില്ല. അപ്പോൾ ജനറേറ്ററിലെ മോട്ടോറിൻ്റെ കേസിൽ ഇങ്ങനെ ഉണ്ടോ? ആക്ച്വലി ഈ മോട്ടോറിൻ്റെ പേരെന്താ അറിയോ? DC മോട്ടോർ എന്നാ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ. DC മോട്ടോർ എന്ന് അതിൻ്റെ ഫുൾ നെയിം അത് പഠിച്ചോ. അപ്പോൾ DC ആണെങ്കിൽ വീണ്ടും ഹാർട്ട് ബ്രോക്കൺ. അപ്പോൾ അതിലും എന്താണ് ഉണ്ടാവുക? സ്പ്ലിറ്റ് റിങ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. സെറ്റ് അല്ലേ? എടാ ലൈക്ക് അടിക്കാത്തവരുണ്ട് ലൈക്ക് അടിച്ചേ. ഇനി ഒറ്റ കാര്യം കൂടി മക്കളെ, ഗ്രാഫ് പഠിക്കുക. ഗ്രാഫ് AC ആണെങ്കിൽ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ACയുടെ കേസിൽ എങ്ങനെയാണ്? ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ. ഇനി അതേപോലെ DCയുടെ കേസിൽ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? DCയുടെ കേസിൽ ഇങ്ങനെ തുള്ളിച്ചാടിയാണ് പോവുക. ഓക്കെ. ഇനി മോട്ടോറിൻ്റെ കേസിൽ അവിടെ ഗ്രാഫൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. എങ്കിൽ പറ മക്കളെ, നിങ്ങൾ ഇനി പറയണം. ഞാൻ 3 ചോദ്യങ്ങൾ ബോർഡിൽ കാണിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 4 മാർക്ക് സെഷനിലാണ് ചോദിക്കാറ്. അപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യങ്ങൾ വായിച്ചേ. വിച്ച് ഡിവൈസ് ഈസ് ദിസ്? റൈറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, ലേബൽ ഇറ്റ്സ് പാർട്സ്, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച്? നിങ്ങൾ നോക്കുക. ഇതേ മോഡലിൽ 3 ചോദ്യമുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒറ്റ സ്ലൈഡ് അല്ല, 3 ചോദ്യങ്ങളാട്ടോ. 3 ഡിവൈസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കൊരു ചലഞ്ച് വെക്കുന്നു. പറ. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഓരോരോ സ്ലൈഡ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം 1ാമത്തെ ക്വസ്റ്റ്യൻ കാണിക്കും, പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ കാണിക്കും, 3ാമത്തെ ക്വസ്റ്റ്യൻ കാണിക്കും. നിങ്ങൾ അത് നോക്കി എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അപ്പോൾ വേഗം പറ. 1, വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം ആൻസർ കമൻറ്റ് ഇപ്പോൾ ചെയ്യും. 1 ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റണം. ഡിവൈസ് നോക്കി നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ. 1ാമത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2ാമത്തെ നോക്കിക്കോ, ഇത് വേറെ ഡിവൈസാ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3ാമത്തെ
നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഡിവൈസ് ഈസ് ദിസ്? മക്കളെ, ഡിവൈസ് തിരിച്ചറിയാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ബാറ്ററിയിലെ സെല്ലിലോട്ട് നോക്കിയാൽ മതി. അവിടെ സെല്ലുണ്ട്, അവിടെ സെല്ലുണ്ടല്ലോ മോനെ. സെല്ലുണ്ടെങ്കിൽ അതേതാ? സെല്ലുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെല്ലുണ്ടെങ്കിൽ അതാരാണ്? മോട്ടോറാണ്. ഒന്നും നോക്കണ്ട, അതിന്റെ പേരെന്താണ്? മോട്ടോറാണ്. ശരിയാണ്. ഇനി രണ്ടാമത് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം, അത് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇനി ലേബൽ ഇസ് പാർട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മാഗ്നറ്റ്, ഫീൽഡ് കാന്തം എഴുതാം, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്, ഈ ബ്രഷിന്റെ പേര് ഗ്രാഫൈറ്റ് ബ്രഷ്. ഈ സെല്ല് എഴുതേണ്ട കാര്യമില്ല കേട്ടോ, ചോദിക്കാറില്ല. ഇനി എനർജി ചേഞ്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ റിവീൽ ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം DC ജനറേറ്റർ. എത്ര പേർക്ക് ശരിയായി? അവർ വീണ്ടും പോസ് ചെയ്തിട്ട് 2 ഗ്രീൻ ടിക്ക് ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി നോക്കാം അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആദ്യം ഇവിടെ സെല്ലുണ്ടോ നോക്കി. സെല്ലില്ല. അപ്പോൾ നിങ്ങൾ ചാടി കയറി ജനറേറ്ററിന് മാത്രം എഴുതിയാൽ മാർക്ക് പോടാ. അപ്പോൾ ആ നേരത്തെ 2 ഗ്രീൻ ടിക്കർ ഒന്ന് തെറ്റിച്ചാൽ ജനറേറ്ററിന് മാത്രമേ നിങ്ങൾക്ക് ഒരു മാർക്ക് തരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത് AC ആണോ DC ആണോ എഴുതണം. അപ്പോൾ അതിന് വേണ്ടി സെല്ലുണ്ടെങ്കിൽ ഇനി മുകളിലോട്ട് നോക്കുക. മുറിഞ്ഞ റിങ് അല്ലേ, അപ്പോൾ സ്പ്ലിറ്റ് റിങ് ആണ് അല്ലേ. സ്പ്ലിറ്റ് റിങ് ആണെങ്കിൽ ആരാ ഹാർഡ് ബ്രോക്കൺ? അത് DC ആണ് അല്ലേ. അപ്പോൾ ഇയാളെ പേരെന്താണ്? DC ആണ് കേട്ടോ. അതെന്താണ്? DC ജനറേറ്ററാണ്. ശരി. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പാർട്സ്, എനർജി ചേഞ്ച് നിങ്ങൾക്ക് അറിയാം, അത് പ്രശ്നമില്ല. മൂന്നാമത്തത് സ്വാഭാവിക AC ജനറേറ്ററാണ്. എങ്ങനെ മനസ്സിലായതാ? ഇവിടെ സെല്ലുണ്ട്, തീർന്നില്ല, ഒരു ട്രിക്കും കൂടി ബാക്കിയുണ്ട്. ഇയാളാരാ? ഇയാൾ സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ AC ജനറേറ്റർ. അപ്പോൾ 3 ശരിയാക്കിയവരെ, എല്ലാ ചോദ്യവും ശരിയാക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ 3 ഗ്രീൻ ടിക്കറ്റ് ആട്ടോ കമൻറ്റ്. തീർന്നില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് ഷോൺ ഇൻ ദ ഫിഗർ? ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ചങ്ങായര നടുമുറിഞ്ഞതല്ലേ, നടുമുറിഞ്ഞത് കൊണ്ട് അയാളെ പേരെന്താണ്? സ്പ്ലിറ്റ് റിംഗ്. ഓർ അയാൾക്ക് വേറെ പേരുണ്ട്. അയാളെ ഫുൾ നെയിം എന്താ പറയുക? എൻ്റെ പേര് മുഹമ്മദ് സുഹൈൽ CK എന്നാണ്. അതേപോലെ ഫുൾ നെയിം ഇയാളെ പേര് ഇതാണ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്. മലയാളത്തിലും അതാണ്, ഞാൻ കമ്മ്യൂട്ടേറ്റർ എഴുതുന്നുള്ളൂ. ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻ വിച്ച് ഡിവൈസ് ഈസ് ദിസ് പാർട്ട് പ്രസൻറ്റ്? ഏതൊക്കെ ഡിവൈസിലാണ്? നമ്മൾ 2 ഡിവൈസ് കണ്ടില്ലേ. ഒന്ന് ഏതിലാ? AC ജനറേറ്ററില്ല, കഴിച്ചിലായി. ആരാ? DC ജനറേറ്ററിലുണ്ട്. പിന്നെ ആരാളെ? മോട്ടോറിലും ഉണ്ട്. അപ്പോൾ DC ജനറേറ്ററിലോ മോട്ടോറിലോ അല്ല, രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും DC ജനറേറ്ററിലും ഉണ്ട്, അതേപോലെ മോട്ടോറിലും ഉണ്ട്. ശരി. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദിസ് ഡിവൈസ്? ഈ ചങ്ങായിയുടെ പണി എന്താ അറിയോ? ഈ ചങ്ങായിയുടെ പണി മറിച്ചിടല. നമ്മളെ വീട്ടിൽ ദോശ സെറ്റായി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ദോശ ഒരു സൈഡൊക്കെ മറിച്ചിടാറുണ്ട്. ഓംലെറ്റ് സെറ്റായി മറിച്ചിടാറുണ്ട്. അതേപോലെ തന്നെ ഇയാളെ പരിപാടി എന്താ? ചേഞ്ച് ചെയ്യലാണ്, അല്ലെങ്കിൽ ഷിഫ്റ്റ്, മറിച്ചിടലാണ് അല്ലേ. അപ്പോൾ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ ദേ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കൺവേർട്ട് AC ഇൻറ്റു DC എന്ന് എഴുതി വെക്കുന്നതും എന്താണ്? ഒരു ചെറിയൊരു പൊടിക്കൈയാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളേതാ മറ്റൊരു ചോദ്യം, വൈ സ്പ്ലിറ്റ് റിംഗ്സ് ആർ നോൺ ആസ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ്? അവർ വേറെ രീതി ചോദിക്കാറുണ്ട്. ഏതുത്തരം? അതേ ഉത്തരം എന്താ? ദേ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷം വൈദ്യുത നേരെ വിപരീതമാക്കുന്ന എഴുതി വെച്ചാൽ മതി. സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? എങ്കിൽ ഇതാ 2 അധോലോകം A+ ക്വസ്റ്റ്യൻ. ക്യാൻ വി കൺവേർട്ട് ഇലക്ട്രിക് മോട്ടോർ ഇൻറ്റു DC ജനറേറ്റർ? ഇലക്ട്രിക് മോട്ടോറിനെ DC ജനറേറ്റർ ആക്കാൻ പറ്റുമോ? ഇതാരാ? ഇത് ഉറപ്പാണ്. ഇതാരാ? മോട്ടോർ. കാരണം ആരുണ്ട്? സെല്ലുണ്ട് അല്ലേ, മോട്ടോർ. ഇതാരാ? സെല്ലില്ല. അപ്പോൾ ജനറേറ്റർ എന്ന് ഉറപ്പിച്ചു. പക്ഷെ അയാൾ ആരാന്നൊന്നും ഉറപ്പിക്കണ്ടേ? സ്പ്ലിറ്റ് റിംഗ് അല്ല, അപ്പോൾ DC ജനറേറ്റർ. ശരി. ഇനി ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക. എടാ, ഈ സെല്ലിനെ വെട്ടി മാറ്റിയാൽ പോരെ? ആണ്. അപ്പോൾ സെല്ലിനെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഉള്ള സെല്ലിനെ എടുത്ത് മാറ്റിയാൽ അയാൾ ആരായി? DC ജനറേറ്ററായി. ഇനി അടുത്ത ചോദ്യം, ക്യാൻ വി കൺവേർട്ട് AC ജനറേറ്റർ ഇൻറ്റു DC ജനറേറ്റർ? പറ്റും. നോക്കിയോ, AC ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാരാ? ആരില്ല, ബാറ്ററി ഇല്ല, സെല്ലില്ല, സ്ലിപ്പ് റിംഗ് ആണ്. അപ്പോൾ ഇയാൾ AC ജനറേറ്ററാണ്. അപ്പോൾ ഇയാൾ എന്തിനാ അങ്ങോട്ട് മാറ്റാൻ പറ്റുക നമുക്ക്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം ഈ റിങ്ങിലാണ് അല്ലേ. ആ റിങ്ങിലാണ്. അപ്പോൾ ആ റിങ് മാറ്റി കൊടുത്താൽ പോരെ. അപ്പോൾ മക്കളെ, ഈ റിങ്ങിനെ പിടിച്ച് മുറിക്കുക, ഈ റിങ്ങിനെ പിടിച്ചുകൊണ്ട് വെട്ടുവിട്ടുക. അപ്പോൾ എന്താ? സ്പ്ലിറ്റ് റിംഗ് ആയി. അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി DC ജനറേറ്ററായി. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞേ മക്കളെ. നോക്കിക്കോ, ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. നോക്കിക്കോ, നമ്മളുടെ ആര്? ഇതാരാ? DC ജനറേറ്റർ അല്ലേ. ഈ DC ജനറേറ്റർ കേസിൽ നോക്കിക്കോ, അതിൻ്റെ ഈ ആർമേച്ചറിൽ കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും അറിയോ? ആർമേച്ചറിൽ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ആർമേച്ചറിൽ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് AC ആണ് കേട്ടോ. ഓക്കെ. എന്നാൽ ഇയാൾ എന്ത് ചെയ്യും? അയാളെ DC ആക്കി മാറ്റും, അല്ലെങ്കിൽ ഇയാളെ പ്രവർത്തനക്കാരെ DC ആക്കി മാറ്റും. അപ്പോൾ ഈ ഔട്ടർ സർക്യൂട്ടിൽ കിട്ടുന്നിടത്ത് മാത്രമേ എന്തുള്ളൂ? ഈ പരിപാടിയുള്ളൂ, തുള്ളുന്നത്. അതായത് ഇതിൻ്റെ ശരിക്കുള്ള ഔട്ട്പുട്ട് എവിടുന്ന് വരത്തുള്ളൂ? ഈ സ്പ്ലിറ്റ് റിംഗ് കൂടെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AC ജനറേറ്റർ കേസിലോ? AC ജനറേറ്റർ കേസിൽ 2 കേസിലും എന്താണ്? AC തന്നെയാണ് കേട്ടോ. 2 കേസിലും AC ആണ്. അവിടെ
ആർമേച്ചറിലും ഇവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എന്താണ് ഒരേപോലെ AC കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, അതും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയാലും ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പോൾ അതായത് DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ കിട്ടുന്നത് AC-യും അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് DC-യും ആണ്. എന്നാൽ AC ജനറേറ്റർ കേസിൽ ഇവിടെ കിട്ടുന്നതും ഇൻഡ്യൂസ് ചെയ്യുന്നതും ഇവിടെ പുറത്ത് കിട്ടുന്നതും എന്താണ്, രണ്ടും AC തന്നെയാണ്. വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. സോ മക്കളെ, ഇതേപോലെ വീഡിയോയ്ക്ക് കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.